ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഞങ്ങളിപ്പോൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാണുള്ളത്. ഇന്ന് പഞ്ചമിയാണ്, വിവാഹ പഞ്ചമിയാണ് ഇന്നത്തെ പഞ്ചമി. പഞ്ചമി എന്ന് പറഞ്ഞാൽ തന്നെയും ഭഗവതിക്ക് വളരെ വിശേഷമുള്ള ദിവസമാണ്. ഞങ്ങളെപ്പോഴും പഞ്ചമിയുടെ അന്ന് ഭഗവതിയെ വളരെ നന്നായി അണിയിച്ചൊരുക്കി സ്പെഷ്യലായിട്ടാണ് പൂജ ചെയ്യാറ്. അതുപോലെ തന്നെ ഭഗവതി ഞങ്ങൾക്ക് ഇവിടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ ദർശനം നൽകുന്നതും വളരെ സ്പെഷ്യലായിട്ടുള്ള ദർശനമാണ്. ഇന്നും ഭഗവതിയെ ദർശിച്ചു, വളരെയധികം സന്തോഷമായി. ഇന്ന് ഞങ്ങൾ ഉടുത്തിരിക്കുന്ന അതേ സാരിയുടെ കളറിലാണ് ഭഗവതിയുടെ അലങ്കാരവും. അത് കണ്ടപ്പോൾ മനസ്സ് നല്ലോണം നിറഞ്ഞു, വളരെ സന്തോഷം തോന്നി ഞങ്ങൾക്ക്. പിന്നെ അമ്മയുടെ ആ പ്രസാദവും ഒക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും, എന്താ പറയുക, ഒരു നിർവൃതി എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഭഗവതിയെ സ്പെഷ്യലായിട്ട് കാണുകയും ആ ഭഗവതിയെ സ്പെഷ്യലായിട്ട് പൂജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും നൽകി ഭഗവതി അനുഗ്രഹിക്കും. ഇന്നത്തെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും വിവാഹം നടന്നത് ഈ പഞ്ചമിയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചമി വളരെ വിശേഷമായി തന്നെ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഭഗവതി സർവൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഇന്ന് വിവാഹ പഞ്ചമി ആയതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ ഭഗവതിക്ക് റോസാപ്പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് ഭഗവതിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയും ഭഗവതിയുടെ അഷ്ടോത്തരം, മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുകയും ഭഗവതിയുടെ സ്പെഷ്യലായിട്ടുള്ള നാമങ്ങൾ ചാൻഡ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ഭഗവതിയെ പൂജിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും നൽകി ഭഗവതി അനുഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.